ഈ ഫോട്ടോ ഇത് ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അത് DSLR-ലാണോ ഫോണിലാണോ എടുത്തത് സ്പെസിഫിക്കലി പറയേണ്ട ഒരവസ്ഥയിൽ വന്നെത്തി കഴിഞ്ഞു. എഡ്ജിലുള്ള ആ ഓരോരോ ഹെയർ, ബിയേർഡ്, ഫേസിലുള്ള ടെക്സ്ചർ, യെസ്, ഇതാണ് Vivo X200 Pro. എന്റെ കയ്യിലുള്ളത് ടൈറ്റാനിയം ഗ്രേ കളറാണ്. 50 മെഗാപിക്സൽ സോണി LYT-818 സെൻസർ ഉള്ള മെയിൻ ക്യാമറ വിത്ത് OIS, 200 മെഗാപിക്സൽ സൈസ് APU ടെലിഫോട്ടോ ക്യാമറ, സാംസങ്ങിന്റെ HP9 സെൻസർ, ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള 3.7x സൂം ഉള്ള ടെലിഫോട്ടോ ക്യാമറ, കൂടാതെ 50 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ, സാംസങ് JN1 സെൻസർ. ഇതിന്റെ ലെൻസുകളിൽ സൈസിന്റെ T-സ്റ്റാർ കോട്ടിംഗും ഉണ്ട്. ആൻഡ് ഇമേജിങ്ങിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള V3+ ചിപ്സെറ്റും അടങ്ങിയിട്ടുണ്ട്. ആൻഡ് ലിറ്ററലി ക്യാമറയെ പറ്റി നമ്മൾക്ക് ഒന്നും തന്നെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഫോട്ടോസ് ആക്ച്വലി സ്പീക്ക്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി കുറച്ച് ഫോട്ടോ സാമ്പിൾസ് പോസ്റ്റ് ചെയ്തായിരുന്നു. ആൻഡ് ആ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. മെയിൻ ക്യാമറയിലും അൾട്രാ വൈഡ് ക്യാമറയിലും എടുക്കുന്ന ഫോട്ടോസ് കൊള്ളാം. അതിപ്പോൾ രാത്രി ആയിക്കോട്ടെ, പകലായിക്കോട്ടെ, ലോ ലൈറ്റ് ആയിക്കോട്ടെ, ഭയങ്കര പ്രകാശം ആയിക്കോട്ടെ, എല്ലാം അടിപൊളിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങളെ കൊണ്ട് ഈ ഫോണിലെ ക്യാമറ വീണ്ടും ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇവർ രണ്ടുപേരുമല്ല, മൂന്നാമതുള്ള ഈ ഒരു ടെലിഫോട്ടോ ക്യാമറയാണ്. 3.7x ടെലിഫോട്ടോ ക്യാമറയിൽ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസിന്റെ ആ ഒരു പെർസ്പെക്റ്റീവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും 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 ഫോട്ടോസ് ക്ലിക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്ന ഫോട്ടോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തത് ഒരു എഡിറ്റിംഗും ഇല്ലാതെയാണ് ഡയറക്റ്റ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഫോട്ടോസും. ഈ ടെലിഫോട്ടോ ക്യാമറയിലെ പോർട്രേറ്റ് മാത്രമല്ല, നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഹൈപ്പർ സൂം എന്ന് പറഞ്ഞ ഫീച്ചർ ഉപയോഗിച്ച് സൂം ചെയ്ത് മാക്രോ ഫോട്ടോസ് എടുക്കാം. നിങ്ങൾ ഈ കാണുന്ന മാക്രോ ഫോട്ടോ ഞാൻ ഇത്രയും ദൂരത്തിൽ നിന്നും സൂം ചെയ്തെടുത്താണ്. സൂം ചെയ്തെടുക്കുന്ന ഫോട്ടോസ് നിങ്ങൾക്ക് 1x മുതൽ 100x വരെ എടുക്കാം. 1xൽ നിന്നും 30x വരെ എടുക്കുന്ന ഫോട്ടോസ് എല്ലാം റിയലി യൂസബിൾ ആണ്, യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളൊരു മാക്രോ ഫോട്ടോഗ്രാഫിക്കോ അല്ലെങ്കിൽ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിക്കോ വേണ്ടി ഒരു ഫോൺ മേടിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് വിൽ ബി ദ ബെസ്റ്റ് ഫോൺ റൈറ്റ് നൗ. ഈവൻ സൂം ചെയ്ത് നിങ്ങൾക്ക് അടിപൊളി ടെലിഫോട്ടോ, സൺസെറ്റ് ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. ഞാൻ സണ്ണിനെ ഡയറക്റ്റ് ആയിട്ടൊന്ന് സൂം ചെയ്ത് നോക്കി, എനിക്ക് ചെറിയ സൺ സ്പോട്സ് കാണാൻ പറ്റി. അത് ആണോ ഇല്ലയോ എന്നറിയില്ല, കാണാൻ നല്ല രസമുണ്ടായി. സണ്ണ് മാത്രമല്ല, നിങ്ങൾക്ക് മൂണിനെയും ഇത്തരത്തിൽ ഫോട്ടോ എടുക്കാൻ പറ്റും. 23mm മുതൽ 135mm വരെയാണ് നിങ്ങൾക്ക് പോർട്രേറ്റ്സ് എടുക്കാനായിട്ട് പറ്റുന്നത്. ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു എക്സ്ട്രാ സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞ മോഡും കൂടി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ലോങ് എക്സ്പോഷർ ഫോട്ടോസ് എടുക്കാനായിട്ടും ഒരു ഡെഡിക്കേറ്റഡ് ലാൻഡ്സ്കേപ്പ് മോഡ് കൊടുത്തിട്ടുണ്ട്. സൈസിന്റെ കൊളാബറേഷൻ ഉള്ളതുകൊണ്ട് പോർട്രേറ്റിൽ തന്നെ ബാക്ക്ഗ്രൗണ്ടിലെ പലതരം സൈസിന്റെ ലെൻസുകളുടെ ബ്ലർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സൈസ് മൾട്ടി ഫോക്കൽ പോർട്രേറ്റിന്റെ മോഡുകളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പ്രീസെറ്റ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിൽറ്റർ ഇസ് മൈ ഫേവറേറ്റ്. ഇനി ഇതൊന്നും അല്ലാതെ ഈ കോർണറിൽ കാണുന്ന ഈ ഒരു പെർട്ടിക്കുലർ മോഡാണ് എൻ്റെ ഫേവറേറ്റ്. അത് ഹൈ റെസൊല്യൂഷനിൽ 85mm എടുക്കാൻ പറ്റുന്ന പോർട്രേറ്റ് ഫോട്ടോസ് ആണ്. ഈ ഫോട്ടോ നിങ്ങൾ നോക്കിയാൽ അതിൽ ഓരോരോ ഹെയറും ഫേസിലുള്ള ഓരോരോ ടെക്സ്ചറുകളും കൃത്യമായിട്ട് ഇത്രയും സൂം ചെയ്തിട്ട് കാണാനായിട്ട് പറ്റുന്ന രീതിക്കുള്ള പോർട്രേറ്റ് ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. DSLR ലെവൽ ക്വാളിറ്റി എന്ന് തന്നെ പറയാം. ഇതിന് ഒറ്റ വാക്കിൽ ഞാൻ ഫോട്ടോഗ്രാഫി കിങ് എന്നാണ് വിളിക്കാൻ ഉദ്ദേശിച്ചത്. ഇതിന്റെ വീഡിയോഗ്രാഫി കാണുന്നത് വരെ നിങ്ങൾക്ക് 4K പോർട്രേറ്റ് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റും. ഈ വീഡിയോ സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ എത്ര കൃത്യമായിട്ടാണ് ഒരു ഫോക്കസും ബ്ലറും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതൊരു ആർട്ടിഫിഷ്യൽ ബ്ലർ ആണ് എന്ന് ഒരു മനുഷ്യനും കണ്ടാൽ പറയില്ല. ഈവൻ 2xലും 3xലും നിങ്ങൾക്ക് സിനിമാറ്റിക് 4K HDR വീഡിയോസ് ഷൂട്ട് ചെയ്യാം. അപ് ടു 8K 30 frames per second മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, സൂപ്പർ സ്റ്റേബിൾ ആയിട്ടുള്ള ഫുട്ടേജസ്. ഇനി അതിലും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള മോഡിൽ നിങ്ങൾക്ക് 2.8K 60 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇനി ഹിഡൻ ആയിട്ടൊരു പ്രോ ഫോട്ടോഗ്രാഫി മോഡ് ഉണ്ട്. ജസ്റ്റ് മുകളിലേക്ക് നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയധികം പ്രോ ഫോട്ടോഗ്രാഫി കൺട്രോൾസും ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ 32 മെഗാപിക്സലിലെ സെൽഫി ക്യാമറയുടെ പെർഫോമൻസ് ഇസ് ഓൾസോ വെരി ഗുഡ്. ഈവൻ അതിലും പോർട്രേറ്റ് സെൽഫീസ് എടുക്കുമ്പോഴുള്ള എഡ്ജ് ഡിറ്റക്ഷനും കൊള്ളാം. സെൽഫി വീഡിയോസും നിങ്ങൾക്ക് 4K 60 FPS സ്റ്റേബിൾ ആയിട്ട് ഷൂട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇതിൽ വീഡിയോസ് നിങ്ങൾക്ക് ലോഗിലും ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ലോഗിന് വേണ്ട ലട്ടും ഇവർ ഡൗൺലോഡ് ചെയ്യാനും അത് അപ്ലൈ ചെയ്യാനുള്ള പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. മെയിൻലി ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി കോൺസെൻട്രേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഫോണുകളിൽ മറ്റു കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകൾ വരുത്താറുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 9400 ചിപ്സെറ്റ് മീഡിയാടെക്കിന്റെ തന്നെ ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ചിപ്സെറ്റ് ആണ്. ഏകദേശം 25 ലക്ഷത്തോളമാണ് ഇതിന്റെ AnTuTu സ്കോർ വരുന്നത്. പെർഫോമൻസിന്റെ കാര്യത്തിലും യാതൊരു കുഴപ്പമില്ല, നല്ല ഫ്ലൂയിഡ് ആൻഡ് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് BGMI നിങ്ങൾക്ക് 120 frames per second കളിക്കാനായിട്ട് പറ്റും. ഇനി ഇതിനകത്തുള്ളത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള Android 15 ബേസ് ചെയ്തിട്ടുള്ള FunTouch OS 15 ആണ്. കുറെ അധികം ആനിമേഷൻസും കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. കുറെ സാധനം നല്ല സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ വൈബ്രേഷൻസ് എല്ലാം നമുക്ക് സബ്റ്റിൽ ആയിട്ടും എന്നാൽ ഫീൽ ചെയ്യുമ്പോൾ നല്ലൊരു രസം തോന്നിക്കുന്ന രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഡിവൈസിൽ നിങ്ങൾക്ക് മുകളിലും താഴെയായിട്ട് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്.
USB 3.2 Gen 1ന്റെ USB പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇൻബിൽഡ് ആയിട്ട് കുറേയധികം AI ഫീച്ചേഴ്സും ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട്. നോട്ട്സ് ആപ്പിനകത്ത് കുറേയധികം AI ഫീച്ചേഴ്സ് കാണാം. AI ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്സിൽ കാണിച്ച പോലെയുള്ള AI ഇറേസർ ഉണ്ട്. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സർക്കിൾ ടു സെർച്ച് എന്ന് പറഞ്ഞ ഫീച്ചറും ഉണ്ട്. കൂടാതെ കോൾസ് ചെയ്യുന്ന സമയത്ത് ലൈവ് ട്രാൻസ്ലേറ്റിന്റെ ഓപ്ഷനും കൊണ്ടുവന്നിട്ടുണ്ട്. തടി കുറഞ്ഞ ഫോണാണെങ്കിലും 6000 mAhന്റെ ഒരു ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ചാർജർ ബോക്സിനകത്തുണ്ട്. ബാറ്ററി ബാക്കപ്പിന്റെ കാര്യത്തിൽ യാതൊരു കുഴപ്പവും പറയാനില്ല. സുഖമായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസത്തിന് മുകളിൽ നിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഈവൻ നിങ്ങൾ ക്യാമറ യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും അതിന് യാതൊരു ഹീറ്റിംഗും അനുഭവപ്പെട്ടിട്ടുണ്ടായില്ല. ഡിവൈസിന്റെ ബാക്ക് സൈഡ് ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വയർലെസ് ചാർജിംഗിന്റെ സപ്പോർട്ട് ഉണ്ട്. 30 വാട്ട്സിന്റെ ഫ്രെയിം മെറ്റാലിക് ആണ്. ക്യാമറ മൊഡ്യൂളിൽ ലേശം പൊന്തി നിൽക്കുന്നത് പോലെ കാണാൻ പറ്റും. ഈ ഒരു പുതിയ പെരിസ്കോപ്പ് സെൻസർ വെക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ചുറ്റും നിങ്ങൾക്ക് ഒരു ക്യാമറ പോലെ തന്നെയുള്ള ഗ്രൂപ്പ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഇത് തിരിച്ച് നമുക്ക് സൂം ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിക്ക് ശ്രമിച്ചു നോക്കി. ബിക്കോസ് യു വിൽ ഫീൽ ഇറ്റ് സംതിങ് ലൈക്ക് ദാറ്റ്. ഇനി മുന്നിൽ 6.78 ഇഞ്ചിന്റെ ഒരു LTPO AMOLED ഡിസ്പ്ലേ ആണ്. ഇതൊരു 8T LTPO ഡിസ്പ്ലേ ആണ്. സോ 1 Hz to 120 Hz പോകും. ആർമർ ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. 2160 ഡിമ്മിംഗ്, 400 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ഉണ്ട്. ഔട്ട്ഡോർസിലൊന്നും യാതൊരു വിസിബിലിറ്റിക്ക് പ്രശ്നമില്ല. ആൻഡ് ഒരു ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് 4 സൈഡിലും കർവേച്ചർ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഫാസ്റ്റ് ആണ്. ഇത് വരുന്നത് നിങ്ങൾക്ക് 16 GB റാമും 512 GB ഇന്റർണൽ സ്റ്റോറേജിന്റെ വേരിയന്റിലാണ്. ആൻഡ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 94,999 ആണ്. ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെബ്സൈറ്റിൽ പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരാൾക്ക് ഒരു ഫോൺ മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിക്കാണ് വെബ്സൈറ്റിൽ കണ്ടത്. സോ സത്യം പറയാലോ നല്ല ഡിമാൻഡ് ഉണ്ടാവും ഈ ഒരു ഫോണിൽ. ആൻഡ് ഐ ഡോണ്ട് നോ ഈ വരുന്ന വർഷം 2025 മറ്റ് കോമ്പറ്റീറ്റിംഗ് ബ്രാൻഡ്സ് ഇതേ ഒരു ക്യാമറ ലെവൽ പെർഫോമൻസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫി കിങ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഗോഡ് എന്നുള്ള ആ ഒരു ലെവലിലേക്ക് ഒരൊറ്റ ഫോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. Vivo X200 Pro.